സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കാം. കെ.എസ്. ഹരിഹരനെതിരെ DGPക്ക് പരാതി നൽകി ഡിവൈഎഫ്ഐ. ശൈലജ ടീച്ചർക്കെതിരെ നടത്തിയ ലൈംഗിക അധിക്ഷേപത്തിലാണ് ഡിവൈഎഫ്ഐ പരാതി നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിച്ച ഹരിഹരനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഡിവൈഎഫ്ഐ. ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ മഹിളാ അസോസിയേഷൻ. സംഭവത്തിൽ മഹിളാ അസോസിയേഷൻ വടകര പോലീസിലാണ് പരാതി നൽകിയത്. സ്ത്രീ സമൂഹത്തിന് ക്ഷമിക്കാൻ പറ്റാത്തതാണ് ഹരിഹരന്റെ പ്രസ്താവനയെന്ന് മന്ത്രി ആർ ബിന്ദു. പരാമർശം പിൻവലിച്ചാൽ ഇല്ലാതാകില്ലെന്നും മന്ത്രി. കെ.എസ്. ഹരിഹരന്റെ ഖേദപ്രകടനത്തോടെ അശ്ലീല പരാമർശം ഇല്ലാതാകുന്നില്ലെന്ന് പി. മോഹനൻ മാസ്റ്റർ. മാപ്പ് പറഞ്ഞാൽ തീരില്ലെന്നും പി. മോഹനൻ മാസ്റ്റർ പറഞ്ഞു. ഹരിഹരന്റെ പരാമർശം 100% അനുചിതമെന്ന് പ്രതികരിച്ച് ഷാഫി പറമ്പിൽ MLA. ഹരിഹരൻ ഖേദം പ്രകടിപ്പിച്ചതിനാൽ വിവാദം അവസാനിപ്പിക്കണമെന്ന് KK രമയുടെ ന്യായീകരണം. മോദിയുടെ ഗ്യാരണ്ടിക്ക് ബദലുമായി അരവിന്ദ് കെജ്രിവാളിന്റെ 10 ഗ്യാരണ്ടികൾ. അധികാരത്തിൽ വന്നാൽ 2 വർഷത്തിനുള്ളിൽ 2 കോടി തൊഴിലവസരങ്ങൾ. പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സയും വൈദ്യുതിയും. യാത്രക്കാരെ വലച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്നും വിവിധ സർവീസുകൾ മുടങ്ങി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് 5ഉം കണ്ണൂരിൽ നിന്നും 2ഉം സർവീസുകൾ റദ്ദാക്കി. കരമന അഖിൽ കൊലപാതക കേസിൽ മുഖ്യപ്രതികളിൽ ഒരാൾ കൂടി പിടിയിൽ. പിടിയിലായത് വിനീത് രാജ്. പിടിയിലായവരുടെ എണ്ണം 6 ആയി. കൊടും വെയിലിൽ നിന്നും ആശ്വാസം. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നും വേനൽ മഴ. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് പ്രഖ്യാപിച്ചു. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കി. ആട്ടം സംവിധായകൻ ആനന്ദ് ഏകർഷിയാണ് മികച്ച സംവിധായകൻ. മികച്ച നടന്മാരായി ബിജു മേനോനും വിജയരാഘവനും, മികച്ച നടിമാരായി ശിവതയും സറിൻ ഷിഹാബും തെരഞ്ഞെടുക്കപ്പെട്ടു. ദില്ലിയിൽ വീണ്ടും ഖലിസ്ഥാൻ ചുവരെഴുത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ചുവരെഴുത്തിൽ പരാമർശം. കരോൾ ബാഗ്, ഝണ്ടേവാലൻ എന്നീ മെട്രോ തൂണുകളിലാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. അച്ഛേ ദിൻ ഒരിക്കലും വരില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തിയില്ലെങ്കിൽ കറുത്ത ദിനങ്ങളാണ് വരാനിരിക്കുന്നതെന്നും ഉദ്ധവ് താക്കറെ. പാർട്ടി മുഖപത്രമായ സാമ്നയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കവേ താക്കറയുടെ പരാമർശം. കോഴിക്കോട് കോടഞ്ചേരിയിൽ ഇന്നലെ രാത്രി ഡോക്ടർക്ക് നേരെ കയ്യേറ്റ ശ്രമവും ഭീഷണിയും. സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ സുസ്മിതിനെയാണ് ചികിത്സയ്ക്കെത്തിയ ആൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. സംഭവത്തിൽ കോടഞ്ചേരി സ്വദേശി രഞ്ജുവിനെതിരെ ഡോക്ടർ കോടഞ്ചേരി പോലീസിൽ പരാതി നൽകി. ആലപ്പുഴ വള്ളികുന്നത്ത് വാടക വീട്ടിനുള്ളിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം. ഓട്ടോ ഡ്രൈവർ വള്ളികുന്നം സ്വദേശി ചന്ദ്രകുമാറാണ് മരിച്ചത്.
വീടുമായി അകൽച്ചയിലായിരുന്ന ചന്ദ്രകുമാർ വാടക വീട്ടിൽ തനിച്ച് താമസിക്കുകയായിരുന്നു. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. കോഴിക്കോട് കൊടുവള്ളിയിൽ 16-കാരനെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. ഉദയോരത്ത് സ്വദേശി മുഹമ്മദ് മൻഹലാണ് പരാതി നൽകിയത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്സ് കേരളയുടെ ഈ വർഷത്തെ ദൃശ്യമാധ്യമ പുരസ്കാരം കൈരളി ടിവിക്ക് ലഭിച്ചു. എറണാകുളത്ത് നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിൽ നിന്നും കൈരളി ടി വി ന്യൂസ് എഡിറ്റർ സാലി മുഹമ്മദ് പുരസ്കാരം ഏറ്റുവാങ്ങി. ആലപ്പുഴയ്ക്ക് പിന്നാലെ പത്തനംതിട്ടയിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. നിരണം പഞ്ചായത്തിലെ സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിലെ താറാവുകൾ കൂട്ടത്തോടെ ചത്തത് പക്ഷിപ്പനി മൂലമാണെന്നാണ് സ്ഥിരീകരണം. ഭോപ്പാലിലെ കേന്ദ്ര ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. കാസർഗോഡ് ചിറ്റാരിക്കാലിൽ ഭാര്യയ്ക്കും മകനും നേരെ ആസിഡ് ബോൾ ആക്രമണം നടത്തിയ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കമ്പല്ലൂരിലെ PV സുരേന്ദ്രനാഥിനെയാണ് ചിറ്റാരിക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി ഗദ്യ കവിതാ പുരസ്കാരം കവി ശ്രീജിത്ത് അരിയല്ലൂർ ഏറ്റുവാങ്ങി. മലപ്പുറം കുടുംബശ്രീ ഹാളിൽ വെച്ച് നടന്ന ഏകദിന സെമിനാറിൽ വെച്ചാണ് അവാർഡ് കൈമാറിയത്. പെരുമ്പാവൂരിൽ കടം വാങ്ങിയ പണം ചോദിച്ച് ഗൃഹനാഥനെ വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതി. പെരുമ്പാവൂർ സ്വദേശി മാർട്ടിനാണ് മർദ്ദനമേറ്റത്. മാർട്ടിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. നാളെ തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ കേരളത്തിൽ നിന്ന് മധ്യ കേരളത്തിലേക്ക് ദേശീയപാത അതോറിറ്റിയുടെ അതിവേഗ റോഡ് ഇടനാഴി വരുന്നു. കേന്ദ്ര സർക്കാർ നേരത്തെ പരിഗണിച്ച തിരുവനന്തപുരം അങ്കമാലി പാതയാണ് അതിവേഗ ഇടനാഴിയാക്കുന്നത്. പദ്ധതി കേന്ദ്ര റോഡ് ഉപരിതല മന്ത്രാലയത്തിന്റെ വിഷൻ 2047 ഉൾപ്പെട്ടേക്കും. പുതുവൈപ്പിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കലൂർ കത്രക്കടവ് സ്വദേശി അഭിഷേകാണ് മരിച്ചത്. കടലിൽ കുളിക്കാനിറങ്ങിയതിനിടെ അഭിഷേക് ഉൾപ്പെടെ 3 പേർ തിരയിൽപ്പെടുകയായിരുന്നു. ഇവരിൽ 2 പേരെ രക്ഷപ്പെടുത്തി. ഇരുവരുടെയും നില ഗുരുതരം. വലിയ ചെലവ് വരുന്ന പഴഞ്ചൻ വർക്ക്ഷോപ്പ് വാനുകളുടെ സ്ഥാനത്ത് പ്രവർത്തനക്ഷമത കൂടിയതും ചെലവ് കുറഞ്ഞതുമായ മിനി വർക്ക്ഷോപ്പ് വാനുകൾ സ്വന്തമാക്കാൻ KSRTC തീരുമാനം. 3 വർഷം കൊണ്ട് 50 വാനുകളാണ് വാങ്ങുക. വീണ്ടും മഞ്ഞപ്പിത്ത മരണം. മലപ്പുറം പോത്തുകൽ കോടാലിപ്പൊയിൽ സ്വദേശി ഇത്തിക്കൽ സക്കീറാണ് മരിച്ചത്. മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ച് ചികിത്സയിലായിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. തിരൂരങ്ങാടി ദേശീയപാതയിൽ വെന്നിയൂരിൽ KSRTC ബസ്സിടിച്ച് യുവാവ് മരിച്ചു. വേങ്ങര കൂരിയാട് മണ്ണിൽ പിലാക്കൽ ബാനുമഹൽ കാളങ്ങാടൻ അബ്ദുള്ള ബാവയുടെ മകൻ K നസീലാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ വെന്നിയൂർ മോഡേൺ ആശുപത്രിക്ക് സമീപത്താണ് അപകടം.
പാലക്കാട് ചന്ദ്രനഗറിൽ ബൈക്ക് ഷോറൂമിൽ മോഷണം നടത്തിയവർ പിടിയിലായി. വാടാനപ്പള്ളി സ്വദേശികളായ സുഹൈൽ, വിഷ്ണു പ്രസാദ് എന്നിവരാണ് പിടിയിലായത്. ചന്ദ്രനഗറിൽ പ്രവർത്തിക്കുന്ന ബജാജ് ഷോറൂം തകർത്താണ് അകത്ത് കയറി ബൈക്ക് മോഷ്ടിച്ചത്. സാഹിത്യ അക്കാദമിയുടെ പരമോന്നത ബഹുമതി സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് പ്രമുഖ ഇംഗ്ലീഷ് എഴുത്തുകാരനും പണ്ഡിതനുമായ റസ്കിൻ ബോണ്ടിന് സമ്മാനിച്ചു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് മാധവ് കൗശിക്കും സെക്രട്ടറി കെ ശ്രീനിവാസ റാവുവും ചേർന്ന് ബഹുമതി നൽകി. ഉപന്യാസങ്ങളും കഥകളുമാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വിഭാഗങ്ങൾ. മാട്ടുപ്പെട്ടി അണക്കെട്ടിൽ ആദ്യ ഇലക്ട്രിക് ബോട്ട് സർവീസ് ആരംഭിച്ചു. 20 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഫാമിലി ബോട്ടാണിത്. ഓസ്ട്രേലിയയിൽ നിന്നും ഇറക്കുമതി ചെയ്ത 4 ബാറ്ററികളാണ് ബോട്ടിൽ ഉപയോഗിക്കുന്നത്. കൊടും ചൂട് നാളികേര കർഷകരെയും ദുരിതത്തിലാക്കി. കടുത്ത വരൾച്ചയിൽ ജലലഭ്യത കുറഞ്ഞതിനാൽ നാളികേരത്തിന്റെ വളർച്ചയും ബാധിച്ചു. നാളികേരം വാങ്ങുന്ന തമിഴ്നാട്ടിലെ മൊത്ത വ്യാപാരികൾ നൽകുന്നത് തുച്ഛമായ തുക. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ ജനകീയ വിചാരണ നടത്തി. പ്രതിഷേധം CPIM ജില്ലാ സെക്രട്ടറി CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഉള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മഹാകവി ഉള്ളൂർ സ്മാരക സാഹിത്യ അവാർഡ് PG സദാനന്ദന് മന്ത്രി V ശിവൻകുട്ടി സമ്മാനിച്ചു. രാമൻ പാഠവും പാഠഭേദങ്ങളും എന്ന ഗ്രന്ഥത്തിനാണ് അവാർഡ്. ചടങ്ങിൽ കടകംപള്ളി സുരേന്ദ്രൻ MLA അധ്യക്ഷനായി. ജോർജ് വലിയമറ്റത്തിന്റെ പുസ്തകങ്ങൾ മന്ത്രി VN വാസവൻ പ്രകാശനം ചെയ്തു. ഉച്ചയുറക്കം, വിഷു കൈനീട്ടം എന്നീ 2 കഥാസമാഹാരത്തിന്റെ പ്രകാശനമാണ് മന്ത്രി നിർവഹിച്ചത്. തൃശൂരിൽ സ്കൂട്ടർ മോഷ്ടിച്ച കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. ഒറ്റപ്പാലം ചുരങ്ങാട് പുളിക്കൽ വീട്ടിൽ അജ്മൽ, മായന്നൂർ ചിറങ്കര പീടികപ്പറമ്പിൽ വീട്ടിൽ അഖിൽ എന്നിവരെ പഴയന്നൂർ പോലീസാണ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തൃശൂർ മുറ്റിച്ചൂരിൽ ഉത്സവത്തിനിടെ ആനകൾ ഇടഞ്ഞ് പരസ്പരം കൊമ്പ് കോർത്തു. ശനിയാഴ്ച വൈകിട്ട് മുറ്റിച്ചൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ എഴുന്നള്ളിപ്പ് നടക്കുന്നതിനിടെയായിരുന്നു സംഭവം. പിന്നീട് ആനയെ പാപ്പാന്മാർ ചേർന്ന് തളച്ചു. പ്രതിസന്ധി നേരിടുന്ന കണ്ണൂർ വിമാനത്താവളത്തിന് കൂടുതൽ പ്രഹരമാവുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസ് മുടക്കം. കഴിഞ്ഞ 4 ദിവസത്തിനിടെ 30-ലധികം സർവീസുകൾ മുടങ്ങിയതോടെ കിയാൽ നേരിടുന്നത് വൻ വരുമാന നഷ്ടം. ആലുവയിലെ വീട്ടിൽ നിന്ന് 40 പവൻ സ്വർണവും 2 ലക്ഷവും കവർന്ന കേസിൽ പ്രതികൾ പിടിയിൽ. മോഷണ മുതൽ ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചിരുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്തത് എറണാകുളം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം. മലപ്പുറം പൊന്നാനിയിൽ വ്യാപാരികളുടെ ഉറക്കം കെടുത്തിയ മോഷ്ടാവ് പിടിയിൽ. നിരവധി കേസുകളിൽ പ്രതിയായ കൊല്ലം കുന്നിക്കോട് സ്വദേശി സതീശനെ തൃശൂർ സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി പൊന്നാനി പോലീസിന് കൈമാറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തുറന്ന സംവാദത്തിന് വീണ്ടും സമ്മതമറിയിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി സംവാദത്തിന് തയ്യാറാകുമ്പോൾ സ്ഥലവും സമയവുമടക്കം കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും രാഹുൽ എക്സിൽ കുറിച്ചു.
ദംതാരി ഗരിയാബന്ദ് അതിർത്തി പ്രദേശങ്ങളിൽ നക്സലുകളും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ വെടിവയ്പിൽ നക്സലേറ്റ് കൊല്ലപ്പെട്ടു. 4ഓളം നക്സലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായി നക്സൽ ഇൻചാർജ് SDOP RK മിശ്ര പറഞ്ഞു. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.